പിന്നെ യൂണിക്കോൺ സീരീസിൽ എന്താ പറയുക ഗിയർ ഫാൾസ് ഗിയർ വീണ കേസ് ഹീറ്റിംഗ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കൂടുതൽ ആൾക്കാർ ഞാനിപ്പോൾ ഞാൻ കമന്റ് ചെയ്യുമ്പോൾ ഈ കമന്റ് വായിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അറിയണത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാണല്ലേ എന്താ സംഭവം എന്ന്. നിങ്ങളൊന്ന് ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ഐഡിയ കിട്ടും. കോമൺ ആയിട്ട് അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല. ഓക്കെ. പിന്നെ വണ്ടി എടുക്കുമ്പോൾ സാരി ഗാർഡ് ഫ്രീ ആണ്, ക്രാഷ് ഗാർഡ് ഫ്രീ ആണോ, ഫുഡ് റെസ്റ്റ് ഫ്രീ ആണോ, വേറെന്താ സീറ്റ് കവർ ഫ്രീ ആണോ എന്നൊക്കെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം പൈസ എൻ്റെ അഭിപ്രായത്തിൽ സാരി ഗാർഡ് സ്കൂട്ടറിൻ്റെ പറയാം, ക്രാഷ് ഗാർഡ് ഓൾ ഓവർ ബോഡി ഗാർഡ് എന്നാ പറയാം, ഫുൾ ഓൾ ഓവർ ബോഡി ഗാർഡ്, സൈഡിലെ ലേഡീസ് ഫുഡ് റെസ്റ്റ്, ഫ്ലോർ മാറ്റ്, ഇതെല്ലാം പെയ്ഡാണ്. അവരൊന്നും ഫ്രീ ആയിട്ട് തന്നെയില്ല. ബൈക്കിന്റെ കേസിൽ ചില വണ്ടികൾക്ക് സാരി ഗാർഡ് മിക്ക വണ്ടിക്കും ഉണ്ടാവും, ഫ്രീ ആയിട്ടായിരിക്കും. ഫുഡ് റെസ്റ്റ് ഒക്കെ ഫ്രീ ആയിരിക്കും. വേറെ എന്താണ് പെയ്ഡ് പറഞ്ഞാൽ മിററൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിരിക്കും. വേറെ സാധനങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. യമഹയുടെ വണ്ടികളിൽ ചില സ്കൂട്ടറുകളിൽ ലേഡീസ് ഫുഡ് റെസ്റ്റ് പെയ്ഡാണ്. ആ സമയം ഹോണ്ടയുടെ വണ്ടിക്ക് അത് ഫ്രീ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഷോറൂമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ചില കമ്പനികൾ ഫ്രീ കൊടുക്കുന്നുണ്ട്, ചില കമ്പനികൾ പെയ്ഡ് ആവുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ കമ്പനി ടു കമ്പനി മാറ്റം വരുന്നുണ്ട്. ചിലപ്പോൾ അത് ഓരോ വണ്ടിയുടെ വിലയിൽ കയറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണെന്ന് പറഞ്ഞ് തന്നത്. അതെന്താണ് നിങ്ങൾ ഷോറൂമിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. വേറെ ചില ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് അതിൻ്റെ കാര്യം ചിലപ്പോൾ വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്ക് തെറ്റ് വരാം. അപ്പോൾ നിങ്ങളിൽ കുറേ പേര് എനിക്ക് എന്താ പറയുക പറഞ്ഞ് തിരുത്തി തരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരുപാട് താങ്ക് യു. തെറ്റ് മനുഷ്യനാണ്, സംഭവിക്കാം കേട്ടോ, പൊറുക്കുക. 2024 മോഡല് സ്കൂട്ടറുകൾ ബൈക്കുകളെല്ലാം ഫുൾ സെൻസർ സിസ്റ്റം ആണെന്ന് ചോദിക്കുന്നുണ്ട്. മിക്കതിലും വണ്ടികളെല്ലാം തന്നെ സെൻസർ സിസ്റ്റമാണ് ഇപ്പോൾ പുതിയതായിട്ട് തന്നെ എല്ലാ വണ്ടികളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്യൂൽ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ ഒരുപാട് OBD2 സെൻസർ വരുന്നുണ്ട്, E20 ഫ്യൂൽ സെൻസർ, അങ്ങനെ ഒരുപാട് സെൻസറുകൾ വരുന്നുണ്ട്. സെൻസർ സിസ്റ്റമാണ് ഇപ്പോൾ പഴയ വണ്ടിയിലെ പോലെ, പഴയ വണ്ടിയിൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് എല്ലാ വണ്ടിയിലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻസറുകൾ ഒരുപാട് പുതിയ വണ്ടികളിൽ, പുതിയ സീരീസ് വണ്ടികളിൽ, സ്കൂട്ടർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്നുണ്ട് 1 ലക്ഷത്തിൻ്റെ താഴെയിൽ വരുന്ന ബൈക്കുകൾ ഏതൊക്കെയാണ്. 1 ലക്ഷം രൂപ താഴെ വരുന്ന ബൈക്കുകൾ ഇഷ്ടം പോലെ ബൈക്കുകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ്ങിന് ഏറ്റവും കുറവ് പൈസ എൻ്റെ ഒരു അറിവിൽ TVSൻ്റെ വണ്ടിയാണ്. TVSൻ്റെ സ്പോർട്ട് 110 എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലാറ്റിന 100 വരും. അത് കഴിഞ്ഞിട്ട് CT 110 വരും. പിന്നെ ഈ സെയിം റേഞ്ചിൽ തന്നെയാണ് ഹീറോയുടെ സ്പ്ലെൻഡർ പ്ലസ്, സ്പ്ലെൻഡർ എക്സ്ട്രാ ഒക്കെ വന്ന് പാഷൻ വരും, പാഷൻ പ്ലസ് വരും. പിന്നെ ബൈക്ക് വന്ന് ഈ റേഞ്ചിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഗ്ലാമർ, പാഷൻ എക്സ്പ്രോ, പൾസറിന്റെ സീരീസ്, മറ്റേ ഇതൊക്കെ റൈഡറൊക്കെ അതിനേക്കാൾ കൂടുതലും. പിന്നെ അതുകൊണ്ട് തന്നെ ഗ്ലാമർ, എക്സ്ടെക്, പൾസറിന്റെ സീരീസുകൾ, ഹോണ്ടയുടെ വണ്ടിയിൽ ഷൈൻ 100 ഒക്കെ 1 ലക്ഷം രൂപ താഴെ വരുള്ളൂ. ഷൈൻ 125 ഒക്കെ മേളിലേക്ക് വരും. പിന്നെ നമ്മുടെ SP 125 ഒക്കെ മേളിലേക്ക് വരും, അതിനേക്കാൾ പ്രൈസ് വരും. അങ്ങനെ ഇത് അതൊക്കെയാണ് 1 ലക്ഷം രൂപ ആ റേഞ്ചിൽ താഴെ വേണ്ട വണ്ടികൾ. സ്കൂട്ടർ ആണെങ്കിൽ പ്ലഷർ, ഡെസ്റ്റിനി, ഇതൊക്കെയാണ് ഏറ്റവും വില കുറഞ്ഞ വണ്ടികൾ. സ്കൂട്ടി, സെസ്റ്റ്, ഇതൊക്കെ പൈസ കുറഞ്ഞ വണ്ടികളാണ്. പിന്നെ അതിൻ്റെ പൊക്കത്തേക്കാവുമ്പോൾ ബാക്കി വണ്ടികളൊക്കെ വരും. ആക്റ്റീവ, ഫസീനോ, പിന്നെ എന്തുട്ടാ ആക്റ്റീവ 125, ആക്സസ്, ഇതെല്ലാം ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപ, 110, 115 ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു സെഗ്മെന്റിൽ, ഈ റൗണ്ടിൽ കിടന്ന് കളിക്കുന്ന വണ്ടികളാണ് എല്ലാം. പിന്നെ വേറെ പ്രശ്നം, പ്ലാറ്റിനയാണ് ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. പ്ലാറ്റിനയാണ് നമ്മുടെ സ്പ്ലെൻഡറാണ് നല്ലത്, സ്പ്ലെൻഡറാണ് പ്ലാറ്റിനാണ് നല്ലത്? ഞാൻ എന്ത് പറയാനോ, രണ്ടും നല്ല വണ്ടിയാണ്. ആളുകളുടെ യൂസേജും കാര്യങ്ങളെല്ലാം നോക്കി മാത്രം എടുക്കുക. രണ്ടും സൂപ്പർ വണ്ടിയാണ്. ഞാൻ 2 വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഒത്തിരി ദൂരം ഓടിച്ചിട്ടുണ്ട്. സ്പ്ലെൻഡർ പഴയ Euro 1 ഓടിച്ചിട്ടുണ്ട്, പുതിയ വണ്ടി ഓടിച്ചിട്ടുണ്ട്, i3 ഉള്ള പുത്തൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പ്ലാറ്റിന എല്ലാ വണ്ടി എൻ്റെ ഒരു കൂട്ടുകാരൻ 2018 മുതലുള്ള പ്ലാറ്റിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിരിക്കുന്ന വണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓടിച്ചിരുന്ന വണ്ടി ഈ പ്ലാറ്റിന 2018 വണ്ടിയാണ്. 1-2 വീഡിയോയിലേക്ക് കാണാനും പറ്റും. നമ്മുടെ വീഡിയോയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ രാഹുൽ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ വീഡിയോകളിലെല്ലാം പുള്ളിക്കാരൻ ഇരിക്കുന്നതാണ് തമിഴ്നാട്ടിട്ടാണ്. ആ വണ്ടി പുള്ളിയുടെ പ്ലാറ്റിന കുറേ ഓടിച്ചിട്ടുണ്ട്. ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് പ്ലാറ്റിനയിൽ. എനിക്ക് സ്പ്ലെൻഡർ ഓടിച്ചതിനേക്കാളും കുറച്ചുകൂടി സേഫ് ആയിട്ടും വെയിറ്റ് ഉള്ളതായിട്ട് തോന്നിക്കണം പ്ലാറ്റിന തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പ്ലാറ്റിനാണ് സ്പ്ലെൻഡറാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്ലാറ്റിന എന്നേ പറയുള്ളൂ. അത് ബജാജുകാരുടെ ക്വാളിറ്റി കൊണ്ടൊന്നുമല്ല, പക്ഷെ പ്ലാറ്റിനാണ് ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. ബാക്കി നിങ്ങളുടെ ചോയ്സാണ്. സ്പ്ലെൻഡർ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾ എടുത്തോളൂ, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്, നോ വറീസ്.
അതുപോലെ തന്നെ ടി വി എസ് സ്പോർട്ടാണ് HF Deluxe ആണോ ഏറ്റവും കുറവെന്ന്. HF Deluxeഉം പ്രൈസ് കുറഞ്ഞ വണ്ടികളൊന്നാണ്. ടി വി എസ് സ്പോർട്ടാണ് HF Deluxe ആണോ നല്ലത് വെച്ചാൽ രണ്ടും നല്ല വണ്ടിയാണ്. ടി വി എസ് സ്പോർട്ടിന്റെ പാർട്സ് കൂടുതലും ഷോറൂമിൽ തന്നെ കിട്ടുള്ളൂ. HF Deluxeന്റെയും ചില പാർട്സ് ഒക്കെ ഷോറൂമിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഐഡിയ പോലെ എടുക്കാം. മൈലേജ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടുതൽ ടി വി എസ് സ്പോർട്ടിനായിരിക്കും, HF Deluxeന് കുറവായിരിക്കും. ഓക്കെ, രണ്ട് നല്ല വണ്ടിയാണ്, ഓടിച്ചു നോക്കുക. ടി വി സ്പോർട്ട് ഓടിച്ചു വെച്ചിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. നമ്മുടെ വിക്ടറൊക്കെ പോലെ ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയാണ് തോന്നുന്നത്. HF Deluxe ഇച്ചിരി കനം കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. ബാക്കി നിങ്ങൾ തീരുമാനം എടുക്കുക. വീണ്ടും പ്ലാറ്റിനയാണോ സ്പ്ലെൻഡർ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ എൻ്റെ അഭിപ്രായത്തിൽ പ്ലാറ്റിനയാണ് ബെസ്റ്റ്. പിന്നെ ഒരുപാട് ആൾക്കാർ യൂണിക്കോണിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇത്ര 1,40,000 രൂപ ഇപ്പോൾ ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട് യൂണിക്കോൺ 160 മോഡലിന്. അപ്പോൾ അത് ഫീച്ചർ ഇല്ല, മറ്റേല്ല മറിച്ചില്ല എന്നുകൊണ്ട് ഹോണ്ട ഒന്നും കാണാതെ വണ്ടിയിൽ ഫീച്ചർ ആഡ് ചെയ്യും, ഫീച്ചർ കുറയ്ക്കുകയൊന്നും ചെയ്യില്ല. യൂണിക്കോൺ എനിക്ക് തോന്നുന്നു 2003-2004 ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. 2024 20 വർഷത്തോളം റോഡിൽ നമ്മുടെ ഇന്ത്യൻ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത് ഇതേ കണ്ടീഷനിൽ തന്നെ വണ്ടി ഇപ്പോഴും അവർ ഓടിച്ചു നടക്കണം. ഇപ്പോഴും കൊണ്ടുവന്നെങ്കിൽ അവരൊന്നും കാണാതെ അങ്ങനെ ചെയ്യില്ല. ഇത്രയും റൈഡിങ് കംഫർട്ടുള്ള വണ്ടി, ഇത്രയും ഡ്രൈവിംഗ് പ്രഷറുള്ള വണ്ടി, ഇത്രയും നല്ലൊരു സീറ്റിംഗ് പൊസിഷനുള്ള വണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഇല്ല. അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത്രയും മെയിൻ്റെനൻസ് കുറവ്, ഓടിക്കാനും നല്ല സ്പോർട്ടിയാണ്, നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതൊന്നും മാറ്റാതെ കൊണ്ടു നടക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫീച്ചർ കുറച്ചുകൂടി ലോഡർ ആയിട്ടുള്ള വണ്ടി വേണമെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. അവിടെ തന്നെ SP125 എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. ഒരുപാട് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ്, കാണാനും നല്ല പക്ക നല്ല ഭംഗിയാണ്. 125 ഉണ്ട്, ഇനി 160 ഉണ്ട്, SP160 ഉണ്ട്. അതിൽ കുറച്ചുകൂടി നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ചുകൂടി ലുക്ക് ഉണ്ട്, കുറച്ചുകൂടി പവർ വരുന്നത്. നിങ്ങൾക്ക് ഫീച്ചറാണ് വേണ്ടത്, ഹോണ്ട വണ്ടി ആണെങ്കിൽ അതിലേക്ക് പോകും. ഓൾഡ് ജനറേഷൻ ഞങ്ങളെ പോലുള്ള പഴയ ആൾക്കാരുടെ വണ്ടി ആണെങ്കിൽ യൂണിക്കോൺ എടുക്കും, നോ വറീസ്. പിന്നെ കുറേ വണ്ടികളിൽ ഇപ്പോൾ ഓൾറെഡി സ്പ്ലെൻഡറിന് താഴെ കൊണ്ടുവന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, പാഷൻ ചെയ്യാൻ പറയുന്നത്. ഇതിനെല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹീറോയുടെ മിക്ക ബൈക്കുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ബജാജിന്റെ ഒരു വണ്ടികളെല്ലാം ചെയ്തിട്ടുണ്ട്, ഹോണ്ടയുടെ സ്കൂട്ടറുകളെല്ലാം ചെയ്തിട്ടുണ്ട്, യമഹയുടെ സ്കൂട്ടറുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സെഗ്മെന്റിലെ എല്ലാ വണ്ടികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സെഗ്മെന്റിലെ ബൈക്കുകളെല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോന്റെ ചാനലിലെ വീഡിയോ ലിസ്റ്റ് എടുത്ത് നോക്കുക, അതിൽ മിക്ക വണ്ടികളും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കമന്റ് ചെയ്യും, ഇല്ലാത്ത വണ്ടികൾ കമന്റ് ചെയ്ത് അറിയിക്കും, ഞാൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, ഉപയോഗിച്ചിട്ട് നല്ലതാണെന്നുള്ളത്. അങ്ങനെ കമന്റുകൾക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്.